എടാ നമ്മുടെ പാറു ഡേറ്റ് എഴുതിയിട്ടില്ല. ഡേറ്റിന് പകരം ടുഡേ എന്ന് എഴുതിയിരിക്കുന്നത്. അവന്റെ ലക്ഷ്യം ഇന്ന് പൂർത്തിയാക്കുന്ന അർത്ഥം. എടാ പാറുവിനെ ലക്ഷ്യം വെച്ച് തന്നെയാ അവൻ നമ്മുടെ ഗാർമെന്റ്സിലേക്ക് ജോലിക്ക് വന്നത്. വന്ന ഉടനെ പാറുവിന്റെ ഇഷ്ടം പിടിച്ചു പറ്റാനുള്ള ശ്രമവും തുടങ്ങി. കൈലാഷ് സാറിനോട് പറഞ്ഞ് ട്രോളി വരുത്തി കൊടുത്തതും രേവതിയുടെ കല്യാണത്തിന് പോകാൻ ബസ് അറേഞ്ച് ചെയ്ത് കൊടുത്തതെല്ലാം അതിനു വേണ്ടിയാ. പാറുവിന് കല്യാണത്തിന് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾക്ക് അവനൊരു പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് എന്ന് പാറുവിനെ വിശ്വസിപ്പിക്കാൻ അവന് കഴിഞ്ഞു. അതവന്റെ വിജയം തന്നെയാ. പാറുവും ഗന്ധർവനും തമ്മിലുള്ള ബന്ധം അവനെങ്ങനെ അറിഞ്ഞു? അതെനിക്കറിയില്ല. പക്ഷേ അവനാണ് ഗന്ധർവനെന്ന് പാറുവിനെ വിശ്വസിപ്പിക്കാൻ അവൻ ശ്രമം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഗന്ധർവൻ വെള്ള ഷർട്ടിട്ടുകൊണ്ട് വരുമെന്ന് പറഞ്ഞ് പാർവതിക്കൊരു ലെറ്റർ വന്നത് ജയന്തി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് വെള്ള ഷർട്ട് ഇട്ടിട്ട് നന്ദൻ ഗാർമെന്റ്സിൽ വന്നത്. അന്ന് ഞാനും കൈലാഷ് സാറും വെള്ള ഷർട്ട് ഇട്ടിട്ടാ കമ്പനി പോയത്. അതുകൊണ്ട് അന്ന് അവന്റെ ആ പ്ലാൻ വിജയിച്ചില്ല. പക്ഷേ വളരെ കണ്ണിങ്ങായി അവൻ പാർവതിയെ വലയിലാക്കി. അവൻ ഇവിടുന്ന് പോയെങ്കിൽ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഏതോ ഒരു പെൺകുട്ടിക്ക് എന്റെ മോളുടെ അനുഭവം ഉണ്ടാകാൻ പോകുന്നു എന്നർത്ഥം. പാറു ഇനി അവന്റെ വലയിൽ നിന്ന് പുറത്തു പോയില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും അവൻ ജോലി ഉപേക്ഷിച്ചു പോയത്. നന്ദനെക്കുറിച്ച് അറിഞ്ഞതും ഇവിടെ കണ്ട കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ പാറു ഇപ്പോ അപകടത്തിന്റെ നിഴലില്ല. ഉദ്ദേശിച്ച കാര്യം ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ തീരുമാനിച്ചിരിക്കുക അവൻ. പാറു ഹോസ്റ്റലിലുണ്ടാവും. എന്തു വന്നാലും അവളിന്ന് ഹോസ്റ്റൽ വിട്ട് പുറത്തു പോകാൻ പാടില്ല. അത് പറയാൻ ഞാൻ വിളിച്ച അവള് ഫോൺ എടുക്കില്ല. ഐഷയെ വിളിച്ച് പറയാം.